നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇയാൾ അങ്ങനെ തോറ്റു കൊടുത്താലും എനിക്ക് ഇയാളെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല ആരുടെ മുന്നിലും. ഹലോ. ഫംഗ്ഷനൊക്കെ പൂർണ്ണമായും കഴിഞ്ഞോ പത്മേ? അല്ല, ഗസ്റ്റൊക്കെ പോയോ? പോയി. പത്മ ഇപ്പൊ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? അല്ല, കമ്പനിയുടെ വാർഷികമൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു എന്നുള്ളതിലല്ല, അത്ര ആൾക്കാരുടെ മുന്നില് നന്ദിനിയെ തോൽപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള വസ്തുത അല്ലേ? പത്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ നീ ജയിച്ചോ? നന്ദിനി പ്രായം കൊണ്ട് നിന്നേക്കാൾ എത്രയോ താഴെയാ. പക്ഷേ നിന്റെ കുടുംബത്തിന്റെ കാര്യത്തില് അവള് കാണിക്കുന്ന പക്വത എന്താ നീ കാണാതെ പോകുന്നത്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ മനസ്സിന്റെ അളവുകോല് വെച്ച് നമ്മളൊരു സ്ഥാനം ഇടും. അതിനുശേഷം അയാൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും നമ്മൾ ആദ്യമേ തീരുമാനിച്ച അളവുകോലിൽ നിന്നും അണുവട മാറത്തില്ല അല്ലേ? പത്മേ, ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഈ വെറുപ്പിന്റെ അളവുകോലില്ല നീ ഇപ്പൊ നന്ദിനെ അളക്കുന്നത്. അതുകൊണ്ട് നന്ദിനിയുടെ എല്ലാ പ്രവൃത്തികളും നിനക്ക് വെറുപ്പോടെ കാണാൻ കഴിയൂ. ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താണെന്ന് നിനക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? എനിക്കറിയില്ല. കുറച്ചു മുമ്പേ സൂര്യ എനിക്കൊരു വീഡിയോ ക്ലിപ്പായിട്ട് അയച്ചിരുന്നു. അതെ, അതിലെന്താണുള്ളതെന്നറിയാവോ? നന്ദിനി വെൽക്കം സ്പീച്ച് പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ. സമയം പോലെ സൂര്യയുടെ കയ്യിൽ നിന്ന് നീ അതൊന്ന് വാങ്ങി കാണണം. എന്തിനാണെന്ന് നിനക്ക് അപ്പൊ മനസ്സിലാവും. എടി കൊച്ചെ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ആ നന്ദിനി എന്തുമാത്രം ചിന്തിക്കുന്നുണ്ടെന്ന് അത് കണ്ടാ മതിയല്ലോ. ആ വാചകങ്ങളിൽ നന്ദിനിയുടെ ഫ്ലൂവൻസി, അവളുടെ ആക്സെന്റ്, നീ അതിശയിച്ചു പോകും പത്മേ. അതേ രീതിയിൽ അവളെങ്ങാണോ അവിടെ വെൽക്കം സ്പീച്ച് നടത്തിയിരുന്നെങ്കിലുണ്ടല്ലോ, അത്ര ആൾക്കാരുടെ മുന്നില് പത്മയുടെ തല കുനിഞ്ഞു പോയേനെ. കഷ്ടം, അതൊന്നും സംഭവിക്കാതെ അവളാ നിന്നെ കാത്തത്. ഒരമ്മയുടെ അഭിമാനം സംരക്ഷിക്കുന്ന മകളെ പോലെ. എനിക്ക് ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അയ്യോ, നന്ദിനിയെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാലേ അത് കേൾക്കാനുള്ള സഹനശക്തിയോ സമയമോ നിനക്കില്ലാന്ന് എനിക്കറിയാം. ഞാനവിടെ ഇറങ്ങുന്നതിന് മുമ്പേ പത്മയോട് പറഞ്ഞതല്ലേ,
നമ്മളൊരാളെ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും അയാളുടെ കഴിവ് കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിന്നോട് പറയാം. നീയും നിന്റെ മക്കളും കൂടെ എത്രമാത്രം അവളെ ദ്രോഹിക്കുന്നോ അത്രമാത്രം കരുത്തോടെ അവൾ തിരിച്ചു വരും. പക്ഷേ ആ കരുത്തിൽ നിന്നോടോ നിന്റെ മക്കളോടോ അവൾ എതിർത്ത് കാണിക്കില്ല. പകരം നിന്റെ മക്കളെ അവൾ സ്നേഹിക്കും, നിന്റെ കുടുംബത്തെ അവൾ സ്നേഹിക്കും. അങ്ങനെ ആയിരിക്കും അവൾ നിന്നോട് പകരം വീട്ടുന്നത്. പത്മ, ജസ്റ്റ് വൺ തിങ്. ഒരു നിമിഷം നീ നിന്റെ മനസ്സിലെ ഈഗോ മാറ്റിവെച്ചാൽ നിനക്ക് നല്ലൊരു മരുമകളെ കിട്ടും. അവളിലൂടെ നിനക്ക് നിന്റെ മകന്റെ സ്നേഹം തിരിച്ചു കിട്ടും പത്മ. അതല്ല ഇനിയും മത്സരിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ തോറ്റുപോകും കുഞ്ഞേ, എന്നേക്കുമായി തോൽക്കും. അതെ, ഞാൻ തോറ്റുപോയോളാ. അതെന്നു മുതലാണെന്നറിയോ? എന്റെ മകൻ അവളെയും കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്ന നിമിഷം മുതൽ. അതുവരെ എന്റെ വിജയങ്ങളിൽ അഭിനന്ദിക്കാൻ മാത്രമാണ് അമ്മ വിളിച്ചിട്ടുള്ളത്. അത് അമ്മ മറന്നിട്ടുണ്ടോ? നാട്ടില് ഒരുപാട് പേർക്ക് അതിശയിപ്പിക്കാൻ കഴിവുകളുണ്ട്. അതിന്റെ മുന്നിൽ വാ പൊളിച്ച് നിൽക്കേണ്ട ഗതികേട് ഈ പത്മയ്ക്ക് ഉണ്ടാവുമോ? അയ്യോ കഷ്ടം. അമ്മ, എന്റെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. എന്റെ കുടുംബത്തേക്ക് കയറി വന്ന ഒരുത്തിയുടെ കുലവും അവള് ജനിച്ച വീടും അവളുടെ കുടുംബ അന്തരീക്ഷമൊക്കെ എനിക്ക് പ്രശ്നമാണ്. അല്ലാതെ അവള് നന്നായിട്ട് മന്ത്രം ചൊല്ലുമെന്നോ അവൾക്ക് പൂജാവിധികൾ അറിയുന്നെന്നോ ഒരു വെൽക്കം നോട്ട് പഠിച്ചു പറഞ്ഞുവെന്നോ വെച്ച് പത്മ അവളെ താഴ്ന്നു വീണു തൊഴണോ? അമ്മ, ഇതെന്റെ തീരുമാന. നോക്ക്, ഇനി ഈ കാര്യത്തിൽ പത്മയെ തിരുത്താൻ ഞാൻ ശ്രമിക്കില്ല. ഓ, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ തമ്മിൽ കാണുമ്പോൾ അന്ന് നന്ദിനിയെ കുറിച്ച് ഒരുപാട് നിനക്ക് പറയാനുണ്ടാവും. ഐ എം ഷുവർ പത്മ. അമ്മ, അങ്ങനെ ഒരുത്തി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. സോറി. കഷ്ടം, ഇത് ഒരു സ്ത്രീ.